ഡൽഹി കാർ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച ചാവേർ ഡോക്ടർ ഒമർ അബി തന്നെയെന്ന് DNA ഫലം. രാജ്യത്ത് സ്ഫോടന പരമ്പരകൾക്ക് സംഘം പദ്ധതിയിട്ടു എന്നാണ് വിവരം. സ്ഫോടനത്തിൽ തകർന്ന i20ക്ക് പുറമെ ഒരു ഫോർഡ് എക്കോസ്പോർട്ട്, ബ്രെസ എന്നീ വാഹനങ്ങളും ഈ ദൗത്യത്തിനായി വാങ്ങിയെന്നാണ് സൂചന. അജയ് സുധ ബിജു വിവരങ്ങളുമായി. അജയ്, അത് യാദൃച്ഛികമായി സംഭവിച്ചതല്ല, മറിച്ച് വളരെ തയ്യാറെടുത്തുള്ള ഒരു ഭീകര പ്രവർത്തനത്തിന്റെ ഭാഗം. കൂടുതൽ സ്ഥലങ്ങളിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടതിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ ആശങ്ക വളരെ വളരെ കൂടുന്നുണ്ട്. എന്തൊക്കെ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്? ശ്രീജ, ഇവരുടെ പക്കൽ നിന്ന്, ഈ ഡോക്ടർമാരുടെ സംഘത്ത് നിന്ന് ആകെ പിടിച്ചെടുത്ത ഈ സ്ഫോടക വസ്തുക്കളുടെ അളവ് എന്ന് പറഞ്ഞാൽ 3000 കിലോഗ്രാമാണ്. ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു സ്ഥലത്ത് മാത്രമല്ല ഇവർ പദ്ധതിയിട്ടതിൻ്റെ പ്രാഥമികമായിട്ടുള്ള തെളിവാണ്. 3000 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ, അതിലേതാണ്ട് 326 കിലോഗ്രാം മാത്രം അമോണിയം നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ അവർ മൾട്ടിപ്പിൾ ലൊക്കേഷൻസിൽ ഈ സ്ഫോടനത്തിന് പദ്ധതിയിട്ടിരുന്നു. പ്രധാനമായിട്ടും 2012 മുമ്പാണ് ഈ അമോണിയം നൈട്രേറ്റ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള സ്ഫോടനങ്ങളിൽ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഈ RDX അല്ലെങ്കിൽ ഇപ്പോൾ IED പോലെയുള്ള സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിച്ചിരുന്നത്. ഈ അമോണിയം നൈട്രേറ്റിന് പുറമെ മറ്റ് സ്ഫോടക വസ്തുക്കളും ഈ ഡോക്ടർമാർ സംഘടിപ്പിച്ചിരുന്നു. ഇത് വെച്ചിട്ടാണ് ഇവർ കൂടുതൽ സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനത്തിനായിട്ട് പദ്ധതിയിട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് വരുന്നത്. പോലീസ് നിലവിൽ 3 വാഹനങ്ങളെ പറ്റിയിട്ടുള്ള സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇവർ ഈ ഡോക്ടർമാരുടെ സംഘം ഇത് വാങ്ങിയതായിട്ടുള്ള ശക്തമായിട്ടുള്ള തെളിവുകളും പോലീസിനുണ്ട്. ഇതിൽ ആദ്യത്തേത് ഇപ്പോൾ സ്ഫോടനത്തിൽ തകർന്ന i20 എന്ന് പറയുന്ന i20 വാഹനമാണ്, ഈ വെള്ള കളർ i20. അതിന് പുറമെ ഒരു ഫോർഡ് എക്കോസ്പോർട്ട് എന്ന് പറയുന്ന ഒരു വാഹനം അവർ അത് വാങ്ങിയിട്ടുണ്ട്. ചുവന്ന കളർ ഫോർഡ് എക്കോസ്പോർട്ട് എന്ന് പറയുന്ന വാഹനമാണ് ഇവർ വാങ്ങിയതായിട്ട് സൂചനയുള്ളത്. ഇതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഡൽഹി രജിസ്ട്രേഷനിലാണ് ഈ വണ്ടി ഉള്ളത്. ഇതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ DL10CK 0458 എന്ന് പറയുന്ന ഒരു വാഹനമാണ് ഇവർ വാങ്ങിച്ചത്. ഇതിന് പുറമെ ഒരു ബ്രസ എന്ന വാഹനവും വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ ഈ ഫോർഡ് എക്കോസ്പോർട്ടിനെ പറ്റിയിട്ടുള്ള സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിലവിൽ ഫരീദാബാദിൽ നിന്ന് ഇത് കണ്ടെത്തിയതായിട്ടാണ് വിവരം. അവിടെ ATS സേന ഉൾപ്പെടെ ഇത് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ബ്രസ എവിടെയാണെന്ന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ബ്രസയ്ക്ക് വേണ്ടി നിലവിൽ ഇപ്പോഴും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 3 കാറുകൾ ഉപയോഗിച്ച് വിവിധ ലൊക്കേഷനുകളിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. ഇത് കാരണം തന്നെ വിവിധ കാർ ഡീലർമാരെ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തുന്നുണ്ട്. കാർ ഡീലർമാരുടെ വിവരങ്ങൾ ഇപ്പോൾ നിലവിൽ അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല ഇവർക്ക് ഈ കാർ വിറ്റ ഈ പ്രധാന ഉടമയെ പറ്റിയിട്ടും അല്ലെങ്കിൽ കാർ ഡീലറെ പറ്റിയിട്ടും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഈ കാർ വിറ്റ ആളെ ചോദ്യം ചെയ്തത് വഴി മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു അമീർ റാഷിദ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലാണ് ഈ കാർ വാങ്ങിയതെന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ അമീർ റാഷിദ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. അമീർ റാഷിദിന് പുറമെ അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള ഒമർ റാഷിദും അതുപോലെ തന്നെ താരിഖ് എന്ന് പറയുന്ന വ്യക്തിയും പോലീസ് കസ്റ്റഡിയിലാണ്. ഇവർ 3 പേരുമാണ് കാർ ഡീലർമാരായി ഈ ഡോക്ടർമാർക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഇവർ 3 പേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അപ്പോൾ ഈ പ്രധാന കാർ ഡീലറുടെ കയ്യിൽ നിന്ന് ഒരു പഴയ i20 വാഹനം വാങ്ങി അത് ഈ പറയുന്ന ഈ ഭീകരപ്രവർത്തനം നടത്തുന്ന ഡോക്ടർമാർക്ക് കാർ വിറ്റ ഈ അമീർ റാഷിദിൻ്റെ പേരിലേക്ക് ആദ്യം മാറ്റുന്നു. ഈ അമീർ റാഷിദിൻ്റെ പേരിലേക്ക് മാറ്റി അതിനുശേഷം ഇത് ഈ ഡോക്ടർമാർക്ക് വിട്ടു നൽകുകയായിരുന്നു എന്നാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. NIA അന്വേഷണ സംഘം ഉൾപ്പെടെ ഇപ്പോൾ ഫരീദാബാദിലും അതുപോലെ തന്നെ ഡൽഹിയിലും ഈ 10 അംഗ സംഘം എത്തി വിവിധ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഈ കാർ ഡീലർമാർ ഇപ്പോൾ ഇതിനകത്ത് അതിനെ പറ്റിയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ കൂടുതൽ ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് ഒരു ഡോക്ടറെ കൂടി നിലവിൽ ഈ ഫരീദാബാദ് ഡോക്ടർമാരുടെ ഈ സംഘത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡോക്ടറിനെ ഉത്തർപ്രദേശിലുള്ള ATS സംഘമാണ് അറസ്റ്റ് ചെയ്തത്. ഈ ഡോക്ടർ കാൺപൂരിൽ ഉള്ള ഒരു കാർഡിയോളജി സ്റ്റുഡൻ്റ് ആയിരുന്നു. ജമ്മു കാശ്മീർ സ്വദേശിയാണ്. ഡോക്ടർ മുഹമ്മദ് ആരിഫ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇയാളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ ഇയാളെ ഇനി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ നേരത്തെ അറസ്റ്റിലായിട്ടുള്ള വനിതാ ഡോക്ടറായിട്ടുള്ള ഷാഹിദുമായിട്ടുള്ള ബന്ധത്തെ തുടർന്നാണ്. ഇവരുമായിട്ട് നിരന്തരം ടെലഫോണിൽ ഇയാൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ നിലവിൽ വിവരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ മുഹമ്മദ് ആരിഫിനെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ ഈ
കാൺപൂരിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, ഉത്തർപ്രദേശിൽ. അപ്പോൾ ഇയാളെയും ഇനി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ ഡോക്ടർമാരുടെ സംഘത്തിൽ ഇപ്പോൾ പിടിയിലായിട്ടുള്ള 3 പേർ, അതുപോലെ ക്ഷമിക്കണം, ഇപ്പോൾ ഈ പുതിയ ആളെ കൂട്ടി ഇപ്പോൾ 4 പേർ കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ ഈ 4 പേർക്ക് പുറമെ കൂടുതൽ ആളുകൾ ഈ കണ്ണിയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി പിടിയിലാകാത്ത കൂടുതൽ ഡോക്ടർമാർ, കൂടുതൽ കണ്ണികൾ പുറത്തുണ്ടാകാം. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം കൂടുതൽ സജീവമായിട്ടുണ്ട്. പ്രധാനമായിട്ടും അൽഫല ആശുപത്രിയെ കേന്ദ്രീകരിച്ചൊക്കെയാണ് അന്വേഷണം നടക്കുന്നത്. ഇവിടെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ ആശുപത്രി തങ്ങൾക്ക് ഇവരുമായിട്ട് ബന്ധമില്ല, ഇവർ തങ്ങളുടെ ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്നു, അവിടെ ജോലി ചെയ്തിരുന്നു എന്നത് ശരിയാണ്. എന്നാൽ അവരുമായിട്ട് കൂടുതൽ ബന്ധങ്ങളില്ല, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിൽ ഇൻവോൾവ്മെൻ്റ് ഇല്ല എന്നുള്ള രീതിയിൽ അവർ പ്രസ്താവന ഇറക്കിയിരുന്നു. എന്നാൽ ഈ ആശുപത്രിയെ കേന്ദ്രീകരിച്ചും കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. കാര്യം ഇവിടെ വെച്ചാണ് ഈ ഡോക്ടർമാരുടെ സംഘം അവർ കാണുകയും ഇത്തരത്തിൽ ഈ പദ്ധതി ഇട്ടതും എന്നാണ് പ്രാഥമികമായിട്ട് പോലീസിന് ലഭിക്കുന്ന വിവരം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആശുപത്രിയെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ ഒമർ നബി ഇയാളുടെ ഈ DNA പരിശോധനാ ഫലം അതും കൂടി തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് ഈ ആക്രമണം അത് ഈ കാർ ഓടിച്ചിരുന്നത് ഇയാളാണ്. അതുപോലെ തന്നെ ഈ അവിടെ ചെന്ന് ഈ ചാവേറായി ഈ ബോംബ് സ്ഫോടനത്തിലൂടെ മരിച്ചതും ഇയാൾ തന്നെയാണെന്ന് പൂർണ്ണമായിട്ട് തെളിഞ്ഞു. അപ്പോൾ ഇനി കൂടുതൽ കണ്ണികൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്.